ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിഴിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. വിശ്വാസികളോട് എപ്പോഴും പ്രഘോഷകരും പ്രബോധകരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ തിരുവചനം വായിക്കൂ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരമുണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും പരിഹരിക്കാൻ ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കൂ, കാര്യം സാധിക്കും എന്നാണ് ഇത്തരക്കാർ അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും ഏത് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വിശുദ്ധ ലിഖിതങ്ങളിലുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണവും കാര്യവും നിങ്ങളെ ബോധ്യപ്പെടുത്താനും തെറ്റുതിരുത്താനും നിങ്ങളെ പ്രബോധനത്തിൽ ഉറപ്പിച്ചു നിർത്താനും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അനുഭവപ്പെടുത്താനും തിരുലിഖിതങ്ങൾ നിങ്ങളെ സഹായിക്കും. വിശുദ്ധ ഗ്രന്ഥം അപ്രകാരത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന അർത്ഥത്തിൽ നാം കാണണം. ദൈവം പൂർണ്ണമായി നമ്മോട് സംസാരിച്ചത് ക്രിസ്തുവിലാണെന്നും തിരിച്ചറിയണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. 96-97 കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ദൈവവിശ്വാസമില്ലാതിരിക്കെ തന്റെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഏറുകയും ജീവിതമാകെ ഭാരമായി തീരുകയും ചെയ്യുന്ന സമയത്ത് തൻ്റെ വീട്ടിലെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കും. അയാൾ തന്നെ നോക്കും. തന്നെ നോക്കുന്ന അയാൾ താൻ വളരെ ദയനീയനും പരിഹാസ്യനും അപമാനിതനും ദുഃഖിതനും ഒക്കെ ആയിട്ട് തിരിച്ചറിയുന്നു. ദൈവദർശനത്തിന്റെ പ്രാരംഭം എപ്പോഴും അവനവനെ ദർശിക്കുന്നതാണ്. അവന് സ്വന്തം കുറവുകളെക്കുറിച്ച്, സ്വന്തം പതിതാവസ്ഥയെക്കുറിച്ച് താൻ നിരാശ്രയനും നിരാലംബനുമായിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അയാൾ എത്തിച്ചേരുമ്പോൾ ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അയാളെ തന്നെ കാണുന്ന സമയത്ത് അയാളുടെ ആന്തരിക കരണത്തിൽ അയാൾ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കുന്നു: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസത്തെക്കുറിച്ചുള്ള ബാലപാഠങ്ങളൊക്കെ കേട്ടു തുടങ്ങുന്ന സമയമാണ്. നിരീശ്വരവാദത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അയാൾ. അയാളുടെ ജീവിതത്തിലെ നിരാലംബമായൊരവസ്ഥയിൽ ഇങ്ങനെ അയാളെ തന്നെ തിരിച്ചറിയുകയും അയാളുടെ അകത്ത് മുഴങ്ങുന്ന ഒരു ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ഒരു മാനുഷിക സ്വരമായി, ശബ്ദമായി അകത്ത് കേൾക്കുകയാണ്: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അത് കേട്ട ഉടനെ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായിട്ട് ഒഴുകുന്നു. അയാൾ ആ കേട്ട വാക്കിന് പ്രത്യുത്തരമായി സംസാരിക്കുന്നു: എന്റെ എല്ലാം എടുത്തു മാറ്റണമേ. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് കേൾക്കുന്ന സമയത്ത് അയാൾ പ്രത്യുത്തരിക്കുന്നത്: ദൈവമേ, എല്ലാം എടുത്തു മാറ്റണമേ എന്നാണ്. ദൈവം ആരാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടില്ല, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോരുന്നതിന്റെ പ്രാരംഭഘട്ടത്തിൽ അയാൾ കേൾക്കുന്ന ശബ്ദമാണ്. അയാൾ തിരികെ തന്റെ തറവാട്ടിൽ ചെന്ന അമ്മയോട് ഇങ്ങനെ ഞാൻ കേട്ടു ഒരു ശബ്ദം എന്ന് പറയും. അന്നുവരെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടില്ലാത്ത അയാളോട് അമ്മ പറയുകയാണ്, അത് ജോബിന്റെ പുസ്തകത്തിലാണ്. ജോബിന്റെ പുസ്തകത്തിൽ എവിടെയാണ് ആ വചനമെന്ന് പറയാൻ അമ്മയ്ക്ക് അറിയില്ല, പക്ഷെ ജോബിന്റെ പുസ്തകത്തിലാണെന്ന് പറയുന്നു. അയാൾ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുന്നു. വളരെയേറെ നാളുകൾക്ക് ശേഷം ദൈവവചനം ശ്രവിച്ചിട്ടില്ലാത്ത, വിശ്വാസത്തിന്റെ ഒരു ആചാര വഴിയിലും സഞ്ചരിക്കാത്ത അയാൾ ഈ പുസ്തകം തുറക്കുക, വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറക്കുന്നു. അങ്ങനെ ബൈബിളിലെ ജോബിന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നു. ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ അയാൾ ആ വാക്യം കണ്ടെത്തുന്നു: താൻ കേട്ട സ്വരം നേരത്തെ തന്നെ ഒരു പുസ്തകത്തിൽ, താൻ വായിച്ചിട്ടില്ലാത്തൊരു പുസ്തകത്തിൽ ലിഖിത രൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് അയാൾ തിരിച്ചറിയുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന ആ വാക്ക് അയാളുടെ ഹൃദയത്തെ ഭരിക്കുന്നു. അയാൾ ധാരധാരയായി കരയാൻ തുടങ്ങും. അങ്ങനെ താൻ കേട്ട അശരീരിയായ ശബ്ദം, അല്ലെങ്കിൽ തന്റെ ഹൃദയത്തിൽ മുഴങ്ങി കേട്ട ശബ്ദം യഥാർത്ഥത്തിൽ തന്റെ സൃഷ്ടിയല്ലെന്നും കേവലമായ തോന്നലല്ലെന്നും അത് തനിക്ക് വേണ്ടി എഴുതപ്പെട്ട ഒന്നായിരുന്നുവെന്നും തിരിച്ചറിയുന്ന അയാൾ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങുകയാണ്. ജോബിന്റെ പുസ്തകം മുതൽ വായന ആരംഭിക്കുകയാണ്. അങ്ങനെ വായിക്കുന്തോറും, ഓരോ വചനങ്ങൾ വായിക്കുന്തോറും വായിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അയാൾ കരയുന്നു. ഹൃദയം തകർന്ന് അയാൾ ഏറ്റുപറയുന്നു. സ്വന്തം ജീവിതത്തെ അയാൾ മുഖാമുഖം കാണുന്നു. അയാളുടെ അമ്മ വന്ന് പറയുന്നുണ്ട്: മകനെ, വിഷമിക്കേണ്ട, നീ സൗഖ്യപ്പെടും.
രോഗാതുരമായ അവസ്ഥയിൽ മരണത്തെ നേരിടുന്ന ഒരാൾ മരണഭയം കൊണ്ട് ജീവിതം നഷ്ടപ്പെടുന്നതിന്റെ വേദനയിൽ കരയുകയാണെന്ന് കരുതുന്ന അമ്മ അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ആശ്വസിക്കാനാകുന്നില്ല. അയാൾ അറിയാതെ അയാളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ പ്രവഹിക്കുന്നു. പിന്നെ തുടർന്നുള്ള ദിനങ്ങളിൽ അയാൾ പരമാവധി സമയം വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. വിശുദ്ധ ഗ്രന്ഥം ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അയാളുടെ ജീവിതത്തോട് ദൈവം എന്തു പറയുന്നു എന്ന് വെളിപ്പെടുത്താനാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ കാണാത്ത അയാളെ തിരിച്ചറിയാൻ പഠിപ്പിക്കുക. അവനവനെ കാണാനും അവനവനിലെ ദൈവത്തെ തിരിച്ചറിയാനും ദൈവം അവനോട് പറഞ്ഞ കാര്യം മനസ്സിലാക്കാനും ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ച് ദൈവികമായ പ്രവൃത്തി വഴി ദൈവത്തെ വെളിപ്പെടുത്തി ലോകത്ത് ജീവിക്കാനും അയാളെ പ്രാപ്തനാക്കുകയാണ്. ഇത് കേവലം ഊഹാപോഹമായി പറഞ്ഞൊരു കാര്യമല്ല, യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് നേരിട്ട് പരിചയമുള്ള ബന്ധമുള്ള ഒരാളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനം നിങ്ങൾ വായിക്കൂ. ആ വചനം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ വചനം നിങ്ങൾ ഉരുവിടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ്. നിങ്ങളൊരു വചനം വായിക്കുമ്പോൾ ആ വചനത്തിന്റെ ഒരു മാന്ത്രിക ശക്തി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്നും ദൈവം നിങ്ങളെ സഹായിക്കുമെന്നും പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കലാണ്. ദൈവത്തിന്റെ തിരുലിഖിതങ്ങൾ നിങ്ങളിലെ നിങ്ങളെ കാണാൻ പഠിപ്പിക്കുന്നു, നിങ്ങളിലുള്ള ദൈവത്തെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു, നിങ്ങളും ദൈവവുമായുള്ള അകലത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങളെ ദൈവവൽക്കരിക്കുന്ന പ്രവൃത്തിയാണ് വിശുദ്ധ ഗ്രന്ഥം ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയായി പ്രയോഗിക്കുന്നത് വാസ്തവത്തിൽ അവനവനിലേക്ക് തിരിയാനും അവനവന്റെ ദൈവത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും അതുവഴി ദൈവൈക്യത്തിൽ എത്തിച്ചേർന്ന് ആനുകാലിക ലോകത്ത് ദൈവത്തെ വെളിപ്പെടുത്തുന്ന തന്റെ ജീവിതം സമർപ്പിക്കാനും അയാളെ തടയുകയാണ്. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് അയാളെ തടയുകയാണ്. 2 തിമോത്തി 3:16 നമ്മൾ വായിക്കും, ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ്. വിശുദ്ധ ഗ്രന്ഥമെല്ലാം ദൈവനിവേശിതമാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനം യേശുവാണ് എന്ന പരമാർത്ഥത്തിലേക്ക് ഒരാൾ എത്തിച്ചേരുകയും ആ യേശു തന്നിൽ ജീവിക്കുന്നുവെന്ന് അനുഭവിക്കുകയും ആ അനുഭവം വഴി താനും യേശുവും രണ്ടല്ല എന്ന് തന്റെ ജീവിത പ്രയോഗം വഴി പൂർത്തിയാക്കുകയും ചെയ്യുമ്പോഴാണ് അയാളിൽ സാക്ഷാത്കാര അനുഭവം ഉണ്ടാകുക. അയാളുടെ ജീവിതം ക്രൈസ്തവ ജീവിതമായിട്ട് മാറുക. ഈ സത്യം തിരിച്ചറിയാനും ഈ സത്യം വിശ്വാസിയെ പഠിപ്പിക്കാനും വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളൊരു വചനം വായിക്കൂ. ഈ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ കടബാധ്യത മാറും. ഈ വചനം വായിക്കൂ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അകന്നു പോകും. ഈ വചനം വായിക്കൂ, നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന് പഠിപ്പിക്കുന്നു. ഇപ്പോഴും 91-ാം സങ്കീർത്തനം ചൊല്ലി വീടിന് പുറത്തേക്ക് പോകുന്ന ആളുകളുണ്ട്. 91-ാം സങ്കീർത്തനം ചൊല്ലി വീടിന് പുറത്തേക്ക് പോകുന്നയാൾ തന്നെ സംരക്ഷിക്കാൻ ഈ വചനം കൂടെ വരുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അയാൾ തിരിച്ചറിയുന്നില്ല അയാളുടെ അകമേ മാമുദീസ വഴി നൽകപ്പെട്ട മുദ്രയാൽ ആത്മനിവേശനത്താൽ അയാൾ പരിപൂരിതനായിട്ടുണ്ടെന്നും ക്രിസ്തു അയാളിൽ ജീവിക്കുന്നു എന്നുള്ള പരമാർത്ഥം അയാൾ തിരിച്ചറിയുന്നേയില്ല. നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തുബോധം ഉണരുമെങ്കിലാണ് നിങ്ങളുടെ ജീവിതത്തെ നേരിടാൻ നിങ്ങൾ ബലം പ്രാപിക്കുക. ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിയാനാണ് യഥാർത്ഥത്തിൽ വചനം വായിക്കേണ്ടത്. തിരുലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ വായിക്കേണ്ടതാണ്, അവ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടതാണ്. അങ്ങനെ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ നമുക്ക് നമ്മിൽ തന്നെ തിരിച്ചറിയാൻ കഴിയണം. 2 തിമോത്തി 3:15 തിമോത്തിയോസിനോട് സ്ലീഹ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിനുള്ള കാര്യങ്ങൾ വിശുദ്ധ ലിഖിതത്തിലൂടെ നീ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ബാല്യകാലം മുതൽ. ചെറുപ്പത്തിലെ തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ എങ്ങനെ രക്ഷ പ്രാപിക്കാമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ പ്രധാനമായും വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഒരു കാര്യമാണ് തിരിച്ചറിയേണ്ടത്, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് വിശുദ്ധ ലിഖിതം നിന്നെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. തിമോത്തിയോസിനോട് പറഞ്ഞ കാര്യം വ്യക്തിപരമായി ആലോചിക്ക്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കാമെന്ന ബോധ്യമാണ് തിരുലിഖിതങ്ങൾ നമുക്ക് പകർന്നു നൽകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട തിരുലിഖിത വായനയുടെ ലക്ഷ്യം അതായിരിക്കണം. അതല്ലാതെ ഈ വചനം വായിക്കുമ്പോൾ കാര്യം നടക്കും ആയിരിക്കരുത് നമ്മുടെ ചിന്ത. 1000 പ്രാവശ്യം വചനം എഴുതുന്നു, കൈയക്ഷരം നന്നാവും. വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതുന്നു,
കാര്യം നല്ലതാണ്. ഒരു ഏകാഗ്രതയോടെ ഒരു ജോലി ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ എഴുത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എഴുത്തിന്റെ വഴിയിലേക്ക് തിരിയാൻ സഹായിക്കും. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ അത് നിന്റെ ജീവിതത്തിന് നീ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കലായി മാറും. അതിനല്ല വചനം പഠിക്കുന്നത്. 1000 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി പഠിക്കാവുന്നതല്ല ദൈവവചനം. ദൈവവചനം എന്തിനുള്ളതാണ്? തിമോത്തി 3:16 പറയുന്നുണ്ട്. 2 തിമോത്തി 3:16 വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ എന്തിനുപകരിക്കും? പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപയോഗിക്കണം. വചനം പ്രത്യേകമായിട്ടത് പറയുന്നുണ്ട്. ഈ വിശുദ്ധലിഖിതം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വചനം നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും. അത് കാണാപ്പാഠം പഠിച്ച് വചനം കാണാതുരുവിട്ടാൽ രക്ഷ പ്രാപിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഈ അടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത് വിശുദ്ധ ലിഖിതത്തെ ഭംഗിയായി പറയുന്നത് കേൾക്കാനിടയായി. വളരെ മനോഹരമായി വചനത്തെ, മത്തായിയുടെ സുവിശേഷമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാണ്. അദ്ദേഹം പറയുന്ന ചെറുപ്പകാലം മുതൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം മതവിശ്വാസിയല്ല, ഒരു വിശ്വാസഗണത്തിലും പെട്ടയാളല്ല. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകളോട് പറയാണ്, വിശ്വാസിയല്ലാത്ത ഒരാൾ പറയാണ്, ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ഹൃദയത്തെ നിങ്ങൾ തൊടണം. അല്ലെങ്കിൽ കിണ്ടികിണ്ണങ്ങൾ കഴുകുക എന്ന് പറയുമ്പോൾ, അവരുടെ ക്ഷാളനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടനെ കിണ്ടിയും കിണ്ണെടുത്ത് കഴുകാൻ പോകും. പന്നികളുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആളുകളെ പന്നികളായിട്ട് കരുതുന്നു പറയും. കാര്യം നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കുകയാണ്. ഈ മനസ്സിലാക്കുന്നത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും അയാളെ എത്ര പ്രാപ്തനാക്കുന്നു എന്നുള്ളത് പ്രധാനം. അവിടെയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് അത് കാര്യമായിട്ട് മാറുക. വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ ഹൃദയത്തിലും ഹൃദയത്തിലും അതുണ്ട്. ഹൃദയത്തിലും ഹൃദയത്തിലുമുള്ള വചനത്തെ ഉണർത്താൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നിനക്ക് കഴിയും. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ നിന്റെ ഉള്ളിൽ എഴുതപ്പെട്ടിട്ടുള്ള ക്രിസ്തുവിന്റെ വചനം നിന്നെ ശക്തീകരിക്കും. അതുകൊണ്ട് വചനം വായിക്കുന്നതും എഴുതുന്നതും നല്ലതാണ്. പക്ഷെ ഇത് പകർത്തി എഴുതിയാൽ ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ, ഇത് 1000 തവണ എഴുതിയാൽ നീ സൗഖ്യപ്പെടുമെന്ന് പറയുമ്പോൾ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി മാറുമെന്ന് പറയുമ്പോൾ, വാസ്തവത്തിൽ നിന്റെ ജീവിതത്തിന്റെ കാര്യവും കാരണവും നിന്നെ ബോധിപ്പിക്കാനും യേശുക്രിസ്തുവിൽ എപ്രകാരമാണ് നിനക്ക് വിമോചനം ഉണ്ടായതെന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിവിലൂടെ ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിക്കാനും ആ വിശ്വാസം വഴി രക്ഷ പ്രാപിക്കാനുമുള്ള ദൈവികമായ ലക്ഷ്യത്തെ അവിടെ തടയുകയാണ്. എന്നിട്ട് കേവല മാനുഷിക താല്പര്യത്തിന് വചനത്തെ വേണ്ടും വണ്ണം ഉപയോഗിക്കാമെന്ന തെറ്റായ ബോധ്യം പഠിപ്പിക്കപ്പെടുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നല്ല സഭ ഉണ്ടാകുന്നത്, സഭയിലാണ് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടാകുന്നത്. സഭയിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായത് എങ്ങനെയാണ്? സഭയിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായത് സഭാവിശ്വാസികൾ കൂട്ടായ്മയായി ചേർന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ നിന്നാണ് വചനം ഉരുത്തിരിയുന്നത്. അതിൽ നിന്നാണ് ഇപ്രകാരം സുവിശേഷങ്ങൾ ഉണ്ടാകുന്നത്. സുവിശേഷം എന്തിനാണ് ഉണ്ടായത്? ക്രിസ്തുവിനെ അറിയാനാണ്. അങ്ങനെ ക്രിസ്തുവിനെ അറിയാനും അവനിൽ വിശ്വസിക്കാനും ഇടയാകുമ്പോൾ നമ്മുടെ അകത്തുള്ള ദൈവവചനം ഉണരും. വചനം എല്ലാ ഹൃദയത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരിലും ഈ വചനം എഴുതപ്പെട്ടിട്ടുണ്ട്. അലിഖിതമായി ദൈവത്തിന്റെ വാക്കാകമയുണ്ട്. കാരണം സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് ഉൽപ്പത്തി 1:26 അവനോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ ദൈവമെടുത്ത വാക്കിലൂടെയാണ് മനുഷ്യന്റെ ഉത്ഭവം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെ തിരുവചനങ്ങളിൽ പറയുന്നത് ദൈവം വാക്കാണ്, വചനമാണ്. വചനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാരണമാണെന്ന് കാണണം. ദൈവം കാരണമാണ്, ദൈവം വചനമാണ്, ലോഗോസ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. ആ വചനത്തിലൂടെയാണ് സമസ്തവും സൃഷ്ടിക്കപ്പെട്ടത്. കാരണം വചനമാണ് നമ്മുടെ മൂലപദാർത്ഥം. നമ്മുടെ മൂലപദാർത്ഥം വചനമാണ്. ആ വചനം നമ്മുടെ അകത്തുണ്ട്. ആ വചനം ഉണർന്ന് ആ അനുഭവത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാണ്, ഒരു പ്രഘോഷണത്തിൽ ഒരു സഹോദരൻ പറയാണ് ദൈവം അരൂപിയാണ്, ദൈവത്തെ കാണാൻ സാധ്യമല്ല. ഇത് ഇടയ്ക്ക് വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളാരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളാരും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ കാണാമായിരുന്നു.
ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ലെന്ന് യേശു പറയുന്നുണ്ട്. കാണാമായിരുന്നു. കാരണം ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യൻ. മനുഷ്യനെ നോക്കിയാൽ ദൈവത്തെ കാണണമായിരുന്നു, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു വെളിപ്പെടുത്തുന്ന ഈ കാര്യമാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശുവിലേക്ക് നോക്കുന്നവന് പിതാവിനെ കാണാൻ പറ്റും. യേശുവിലേക്ക് നോക്കുന്നവന് പിതാവിനെ മാത്രമല്ല, യേശുവിലേക്ക് നോക്കുന്നവന് നിങ്ങളെയും കാണാം. നിങ്ങൾ യേശുവിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നു. യേശു നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിലുള്ള യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോഴും യേശുവിലുള്ള നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോഴുമാണ് ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. ഈ രണ്ട് കാര്യവും സംഭവിക്കണം. യേശുവിലുള്ള നമ്മളെ കാണാൻ പറ്റണം, നമ്മളിലുള്ള യേശുവിനെയും കാണാൻ പറ്റണം. അങ്ങനെയാവുമ്പോൾ സമഷ്ടി രൂപത്തിലേക്ക് വരിക. നമ്മൾ എപ്പോഴും കരുതുന്നത് നമ്മളൊരു ചെറിയ മനുഷ്യനാണെന്ന്. ഞാൻ അങ്ങനെയാണ്. ഈ ഞാനായിട്ട് നിൽക്കാൻ കഴിയില്ല. നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ, ഇല്ലെങ്കിൽ ഞാനില്ല. എനിക്ക് പേരുമില്ല. എൻ്റെ അസ്തിത്വം എന്നിലല്ല, എൻ്റെ അസ്തിത്വം നിന്നിലാണ്. നിന്റെ സമ്പൂർണ്ണത ക്രിസ്തുവാണ്. നിന്നെ ക്രിസ്തുവായിട്ട് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് എനിക്ക് എന്നെ കാണാൻ പറ്റുക. ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കിക്കോ. നമ്മുടെ വിപരീതമായിരിക്കും നമ്മൾ കാണുന്ന ആളുകൾ. സമാനഭാവം കാണാൻ കഴിയില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ ഒക്കെ സമാനഭാവമായിരിക്കും, ഒരേ ആശയമായിട്ട് തോന്നും. ഇപ്പോൾ പ്രസംഗിക്കുന്ന എന്നെ കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് സമാനഭാവം തോന്നും. ഓ, നമ്മളൊക്കെ ഒരുപോലെയാണെന്ന് തോന്നും. അടുത്ത് വരുമ്പോൾ അറിയാൻ പറ്റുക വിപരീതമായിരിക്കും. നിങ്ങൾ കുറെ അടുത്ത് വന്നിട്ട് പറയും ഇയാൾ ശരിയല്ല എന്ന് പറയും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല, ഇയാൾ ശരിയല്ല എന്ന് പറയും. സ്വാഭാവികം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നാമല്ലാത്തൊരു ഭാഗമാണ് ഈ അപരത്വമായിട്ടുള്ളത്. നമ്മുടെ നാമല്ലാത്ത ഭാവം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആകർഷണ വികർഷണങ്ങളൊക്കെ മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഒരാൾ ക്രിസ്തുവിലായിത്തീരുമ്പോൾ അയാളിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവനിലെ ക്രിസ്തുവിനെ അയാൾക്ക് കാണാൻ പറ്റും. ഞാൻ എത്രത്തോളം എൻ്റെ അകത്ത് യേശു വസിക്കുന്നത് തിരിച്ചറിയുന്നുണ്ടോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം മറ്റൊരാൾ എനിക്ക് യേശുവിനെ കാണാൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ പക്ഷേ വീട്ടിലൊക്കെ വഴക്കുണ്ടാകുമ്പോഴും നാട്ടിൽ വഴക്കുണ്ടാകുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും നിനക്ക് പിശാചാണെന്ന് പറയാനാണ് എളുപ്പം, അല്ലെങ്കിൽ നീ പിശാചാണെന്ന് പറയാൻ എളുപ്പം. അതെന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ അകത്ത് പിശാചിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരിൽ പിശാചിനെ കാണാൻ പറ്റും. നമ്മുടെ അകത്ത് ക്രിസ്തുവിനെ കാണാൻ തുടങ്ങിയാൽ ഒരാൾക്ക് അവരിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റും. അതിന് നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ലിഖിതം. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിയണം. ഞാനിത് 2-3 ഘട്ടങ്ങളായി എങ്ങനെയാണ് ബൈബിളിൽ ഇത് വന്നതിനെ കുറിച്ച് പറയാം. നമ്മൾ ആദ്യം കാണുന്ന ദൈവം അരൂപിയായ ദൈവമാണ്. എന്തുകൊണ്ടാണ്? പാപം ചെയ്തു, നമ്മുടെ കണ്ണുകൾ ലോകത്തേക്ക് തിരിഞ്ഞു, നാം വീണുപോയി. വീണുപോയവന്റെ സാദൃശ്യത്തിന് ദൈവത്തെ കാണാൻ പറ്റാണ്ടായി. പരമപരിശുദ്ധിയായ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഭൗതികമായൊരു സാഹചര്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുട്ടത്ത് കാഴ്ച ഉണ്ടാവില്ല. വേറെ എപ്പോഴാണ് കാഴ്ചയിലുണ്ടാവണേ? കടുത്ത പ്രകാശത്തിൽ നിങ്ങൾക്ക് കണ്ണ് കാണില്ല. ഏറ്റവും ഇരുട്ടുള്ളപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കഠിനമായ വെളിച്ചമുള്ളപ്പോഴും കാണാൻ പറ്റില്ല. ഏറ്റവും ചെറിയവയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഏറ്റവും വലിയവയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവം ഇല്ലാഞ്ഞിട്ടോ ദൈവം അവാസ്തവമായിട്ടല്ല, നമുക്ക് കാണാൻ കഴിയാത്ത വിധം വലിപ്പമാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം പ്രകാശമാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. എവിടെ വെച്ചാണത്? പാപം ചെയ്ത് വീണുപോയപ്പോൾ, ലോകത്തിന്റെ കാഴ്ചകളിൽ മുഴുകിയപ്പോൾ നമുക്ക് ഇന്ദ്രിയഗോചരമല്ലാതെയായി പോകും ദൈവം. അങ്ങനെ അദൃശ്യനായി തീർന്ന ദൈവം, അശരീരിയായ ദൈവം. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അശരീരിയായ ദൈവത്തെയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദൈവം നിയമത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും സംസാരിക്കുന്ന ദൈവം. നിയമത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും സംസാരിക്കുന്ന ദൈവം, തിരുലിഖിതങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവം, വചനമായ ദൈവം. അങ്ങനെ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവമാണ് എന്ന ബോധ്യത്തോടെ മനുഷ്യർ കൊണ്ടു നടന്നു. വിശുദ്ധ ഗ്രന്ഥം ചുമന്നു. പഴയ നിയമത്തെ നമുക്കറിയാലോ, യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഈ പറഞ്ഞ വാഗ്ദാന പേടകത്തിനകത്ത് ദൈവം കൊടുത്ത കൽപ്പനകളും വഹിച്ചുകൊണ്ട് പോവാണ്. ദൈവമാണെന്ന് വിചാരിച്ചിട്ടാ, 10 കൽപ്പന ദൈവമാണെന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് ഇത് പാളയത്തിന് നടുക്കൊണ്ട് വെക്കും. അവിടെ തന്നെ നമുക്ക് കാണാം, ഒരിക്കൽ യുദ്ധം ചെയ്യുമ്പോൾ ഇങ്ങനെ പാളയത്തിന്റെ അകത്തുകൊണ്ട് വെച്ചപ്പോൾ ഫിലിസ്തീൻ ഇത് കണ്ടു. അവരുടെ ദേവനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വേഗം പോയി നമുക്ക് ആക്രമിക്കാം, അല്ലെങ്കിൽ അവസാനം ആ ദേവൻ അവരെ സഹായിക്കും, അങ്ങനെ സഹായിച്ചാൽ നമ്മൾ തകരുമെന്ന് പറഞ്ഞിട്ട് അവർ വന്ന്
ഈ പേടകം തന്നെ എടുത്തിട്ട് പോയി. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനവും ദൈവമായിട്ടാണ് കരുതുന്നത്, അതല്ലാതെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ തിരുലിഖിതങ്ങൾ ദൈവമാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷം ഈ വചനം മാംസമായി ഭൂമിയിൽ വന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ ദൈവം, വാക്കായി കരുതപ്പെട്ട ദൈവം, അശരീരിയായ ദൈവം ശരീരധാരിയായി ഭൂമി വന്നു. ഇതിനു മുമ്പ് ആദത്തിന്റെ കാലത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവരൂപം എന്താണ്? ദൈവത്തെ രൂപത്തിൽ കണ്ടത് വിഗ്രഹങ്ങളിലാണ്. ആ വിഗ്രഹങ്ങളുമായി ആരാധിക്കുമ്പോഴാണ് വചനമായ ദൈവത്തെ അവതരിപ്പിക്കുന്നത്. നിയമത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ വചനമായ ദൈവം വരുന്നു. ഈ വചനമായ ദൈവം ശരീരധാരിയായിട്ട് മാറുന്നു. അങ്ങനെ ദൈവം സംസാരിക്കുകയാണ്. ട്രാൻസ്ലേഷനാണ് ദൈവത്തെ അടയാളപ്പെടുത്തുക. അങ്ങനെ വന്നു, വചനമായി വന്നു. ആ വചനമായ ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. കൊളോസ്യർ 1:27 പറയാണ്, അങ്ങനെ കുരിശിൽ മരിച്ച യേശു നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതാണ് ആ രഹസ്യം. സുവിശേഷം വഴി വെളിപ്പെടുത്തപ്പെട്ട രഹസ്യം എന്താ? വചനമായ ക്രിസ്തു നിങ്ങളിലുണ്ട്. അതെങ്ങനെയാ വെളിപ്പെടുക? നിങ്ങളുടെ പ്രവൃത്തി വഴിയാണ്. നിങ്ങളുടെ പ്രവൃത്തി വഴി ഈ ദൈവം വെളിപ്പെടുന്നു. ലോകത്തിന് സ്നേഹമായി, കാരുണ്യമായി, സൗഹാർദ്ദമായി, സാഹോദര്യമായി, അപരനന്മയായി, ജീവസമർപ്പണത്തിന്റെ വേദിയായിട്ട് ക്രൈസ്തവ ജീവിതം മാറിത്തീരുമ്പോൾ നാം ഭൂമിയിൽ ദൈവത്തെ, അവന്റെ സമ്പൂർണതയിൽ വെളിപ്പെടുത്തും. ഇങ്ങനെ സമ്പൂർണതയിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തിരുലിഖിതങ്ങൾ. തിരുലിഖിതങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനും ആ തിരുലിഖിതങ്ങൾ ഉണർത്തുന്ന ക്രിസ്തുബോധം ഹൃദയത്തിനകത്ത് അനുഭവപ്പെടാനും കൗതാശികമായ അനുഭവത്തിലൂടെ യേശുവുമായി ഐക്യം പ്രാപിക്കാനും അങ്ങനെ ശരീരനാരിയായ ക്രിസ്തുവിന് ആനുകാലിക ലോകത്ത് സ്വന്തം ജീവിത പ്രവൃത്തി കൊണ്ട് വെളിപ്പെടുത്താനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം സാക്ഷാത്കാര അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ഇത് തിരിച്ചറിയാതെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. വചനം വായിക്കുമ്പോൾ നിങ്ങളിലുള്ള ക്രിസ്തു ഉണരും, ക്രിസ്തുബോധം ഉണരും. വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്കത് പാലിക്കാൻ പറ്റും. ഇങ്ങനെ നീ ആ വചനത്തെ നിന്റെ ഹൃദയത്തിനകത്ത് കാണാൻ തുടങ്ങുമ്പോൾ, മാംസം ധരിച്ച ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് കാണാൻ തുടങ്ങുമ്പോൾ നിനക്ക് നിന്റെ ജീവന്റെ പ്രകാശത്തെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നീ ഇന്ന് ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ക്രിസ്തുബോധത്തിൽ ജീവിക്കുകയും ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുന്ന പ്രവൃത്തിയിലൂടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രവൃത്തിയിലൂടെ നിനക്ക് ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റും. അങ്ങനെ ദൈവത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊരു പരിപാടിയാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ വെച്ചിട്ടുള്ളത്. ഞാനീ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾക്ക് കേട്ടു നോക്കാം. ഞാൻ വളരെ കഠിനമായി പോകുന്നുവെന്ന് ആക്ഷേപം പലപ്പോഴും സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പറയുന്ന വാക്കുകൾ മനസ്സിലാകാത്ത രീതിയിൽ കഠിനമായി. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങളെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ക്രിസ്തു ആരെന്ന് ലോകത്തെ കാട്ടിക്കൊടുക്കാനാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് മാമോദീസ വഴി ദൈവാത്മാവിനെ നിങ്ങൾ നിവേശിപ്പിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളും കൂതാശകളും നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം വഴി ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്താനാണ്. ഏത് ദൈവത്തെയാണ്? മനുഷ്യനെ സൃഷ്ടിച്ച, വീണുപോയ മനുഷ്യനെ താങ്ങാനായി കൂടെ നടന്നൊരു ദൈവത്തെയാണ്. മനുഷ്യൻ വീണുപോയതിനു ശേഷം വിഗ്രഹങ്ങളിലേക്ക് പോകുന്നുണ്ട്. വിഗ്രഹങ്ങളാണ് ദൈവങ്ങളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അനേകം ദൈവങ്ങളെ ആരാധിക്കുകയും അനേകം ദൈവങ്ങൾ ശക്തരാണെന്ന് കരുതുകയൊക്കെ ചെയ്തിരുന്ന ഒരു സമൂഹം ലോകത്തുണ്ടായിരുന്നു. അവിടെയാണ് മോശ വഴി നിയമം നൽകപ്പെടുന്നത്. അങ്ങനെ നിയമവും പ്രവാചകന്മാർ നിയമത്തിന്റെ 10 കൽപ്പനകളെ വ്യാഖ്യാനിച്ചപ്പോൾ വീഴ്ചകൾ ഉണ്ടായി. ആ നിയമങ്ങൾ തന്നെ ഭാരപ്പെടുത്തുന്നവയായിട്ട് മാറി. യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും മൂല്യത്തിൽ നിന്നും അത് അകന്നുപോയി. അങ്ങനെയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന ദൈവം തന്നെ അതിനു മുമ്പ് കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യഭിചാരം ചെയ്യുന്നവരെ കൊല്ലാം എന്ന് പറഞ്ഞ് ആദ്യത്തെ നിയമത്തെ നിഷേധിച്ചു. രണ്ടാമത്തെ നിയമം കൊണ്ട് അത് യഹൂദ ജീവിതത്തിലുണ്ടായ കളങ്കമാണ്. അതാണ് പ്രവാചകന്മാർ വന്ന് പറഞ്ഞത്, ഈ ചെയ്യുന്ന അനീതിയാണ്. നിയമം അനുഷ്ഠിക്കുന്നതിലൂടെ വരുന്ന പിഴവുകളെ കുറിച്ചാണ് പ്രവാചകന്മാർ പറഞ്ഞത്. ആ നിയമത്തെ അനുഷ്ഠാനത്തിന്റെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് നിയമത്തെ സ്നേഹത്തിന്റെ കൽപ്പനയാക്കി ഭാരം കുറഞ്ഞ മുഖമാക്കി മാറ്റുകയാണ് ക്രിസ്തു. സ്നേഹിക്കുമെങ്കിൽ ഇവയൊന്നും ഉണ്ടാകില്ല. ഈ കൽപ്പനകളെല്ലാം അസാധുവാകും. ഈ കൽപ്പനകളൊന്നുമല്ല, അതിനുപരിയായിട്ട് നമ്മൾ മാറും. അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. നിങ്ങൾ സ്നേഹത്തിൽ വ്യാപരിക്കുമെങ്കിൽ, അവരിനു വേണ്ടി മരിക്കുമെങ്കിൽ,
ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കൽപ്പനകളെ അതിലംഘിക്കുന്നവരായിട്ട് മാറും. സ്നേഹം കൊണ്ട് 2 കൽപ്പന പാലിക്കുമ്പോൾ എല്ലാ കൽപ്പനകളും പാലിക്കപ്പെടും. അത് ക്രിസ്തു പഠിപ്പിക്കും. അങ്ങനെ വിഗ്രഹങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് അശരീരിയായ ദൈവത്തെ, വചനമായ ദൈവത്തെ കണ്ടുമുട്ടി, വചനമായ ദൈവം, അതായത് കൽപ്പനകളാണ് ദൈവമെന്ന് കരുതിയിരുന്ന ഒരു ജനതയിൽ നിന്നാണ് വചനം മാംസമായി അവതരിക്കുന്നു. കൽപ്പനകളെല്ലാം, നിയമങ്ങളെല്ലാം ചേർന്ന് ഒരാൾ ലോകത്ത് വരുന്നു. ആളത്വത്തിലേക്ക് ദൈവം പ്രവേശിക്കുന്നു. അങ്ങനെ ആളത്വത്തിൽ വന്ന ദൈവം തന്നെ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ സമർപ്പിച്ചുകൊണ്ടും ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ടും ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തി ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ചു. എഫേസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനമാണ്, ശത്രുതല മതിലുകളെ തകർക്കുകയും ഇരുകൂട്ടരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനുരഞ്ജനപ്പെടുത്തി ദൈവം നമ്മളിൽ വസിക്കുന്നു. കൊളോസ്യർ 1:27 പറഞ്ഞ അതാണ്. നമ്മുടെ അകത്ത് ദൈവം വസിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇനി ഈ ലോകത്ത് നമ്മുടെ പ്രവൃത്തി വഴി, നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ നമ്മൾ ലോകത്തിന് പകർന്നു കൊടുക്കണം. അങ്ങനെ ലോകത്തെ ദൈവത്തെ അനുഭവപ്പെടുത്തുന്നവരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ പ്രവൃത്തിയിൽ, ഈ പ്രക്രിയക്കകത്ത് നമ്മെ ഉണർത്തുന്ന, നമ്മുടെ അകമയുള്ള ക്രിസ്തുബോധത്തെ ഉണർത്താൻ വേണ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ വായിക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനുമുള്ള കാര്യമായിട്ട് വചനം മാറുക. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം കാണാനുള്ള കുറുക്ക് വഴിയായി വചനത്തെ കണ്ട് വായിക്കുകയും ഈ വചനം ഇങ്ങനെ സഹായിക്കുന്നു തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് അബദ്ധമാണെന്നറിയണം. തിരുലിഖിതമെല്ലാം ഒരനന്യമായ വചനത്തിലാണ്, യേശുവാകുന്ന വചനത്തിലാണ്. യേശുവാണ് ദൈവവചനം എന്ന കാര്യം അറിയണം. വിശുദ്ധ ഗ്രന്ഥം വായിക്കരുതെന്നല്ല പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥം വായിക്കപ്പെടേണ്ടതാണ്, നിരന്തരം വായിക്കേണ്ടതാണ്. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ ഐശ്വര്യം പ്രാപിക്കും. ഇവിടെയാണ് ജോഷുവ 1:8 പറയുന്നുണ്ട്. ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം, രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നീ ഐശ്വര്യം പ്രാപിക്കും. എന്താ പറഞ്ഞതിനർത്ഥം? ന്യായപ്രമാണ ഗ്രന്ഥം നീ വായിക്കുമ്പോൾ, രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈശ്വര ബന്ധമുണ്ടാകും. നമ്മൾ ഐശ്വര്യത്തെ പലപ്പോഴും കാണുന്നത് സാമ്പത്തികമായ മെച്ചമായിട്ടാണ്, ജീവിത സുഖഭോഗങ്ങളായിട്ടാണ്, ലൗകിക ആർഭാടങ്ങളായിട്ടാണ്. ഐശ്വര്യം എന്ന് പറയുന്നത് നിന്നെയും ദൈവവുമായുള്ള ബന്ധമാണ്, ഈശ്വര ബന്ധം. അതാണ് ഐശ്വര്യം. ആ ഐശ്വര്യം നീ അനുഭവിക്കും. ക്രിസ്തുവിന്റെ അകമയുള്ളത് നിനക്ക് ഓർമ്മ വരും. നിന്റെ ജീവിത പ്രവൃത്തികളിൽ അത് വ്യാപരിക്കും. അതുകൊണ്ട് നിന്നോട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ ജ്വലിക്കും. വചനം വായിക്കുമ്പോൾ അത് ജ്വലിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഒരാൾ നിന്നെ അടിക്കാൻ വരിക. അടിക്കാൻ വരുമ്പോൾ ഒരു ചെകിടത്ത് അടിച്ചവന് മറു ചെകിട് കാണിച്ചു കൊടുക്കാനുള്ള ബലം നിനക്കുണ്ടാകും. കാരണം ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നു. യേശുവിനെ നീ അങ്ങനെ അനുഭവപ്പെടുത്തുമ്പോൾ അത് അവരിലേക്ക് ക്രിസ്തുബോധമായിട്ട് മാറും. അങ്ങനെ ലോകത്ത് പ്രകാശം നിറയും. ലോകത്തിന് സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയും. 1 യോഹന്നാൻ 4:8 പറയുന്ന ദൈവം സ്നേഹമാണ് എന്ന പരമയാഥാർത്ഥ്യത്തെ ആനുകാലിക ജീവിതത്തിൽ അനുഭവപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റും. ഇങ്ങനെ ആകുന്നില്ലെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ആകുന്നില്ലെങ്കിൽ എന്തുപകാരമാണ് വചനം കൊണ്ട് നമുക്കുണ്ടാകുക? നമുക്ക് സമീപസ്ഥമായ ഹൃദയത്തിലും മധുരത്തിലുമുള്ള ആ വചനത്തെ ജീവിത പ്രയോഗ വഴിയിൽ അനുഭവപ്പെടുത്തും വിധം ജീവിക്കാൻ, ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും ആ വചനം ഈ ലോകത്തുണ്ടാകുന്ന ഇമ്പാക്റ്റ്? അതൊരു കേവല വചനമായിട്ട് മാറും. അതുകൊണ്ടല്ലേ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുമായിട്ട് വല്ല ബന്ധം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ സ്നേഹം എന്ന് പറയുന്നു. ഞങ്ങൾ പറയുന്നതല്ലേ സ്നേഹം? നിങ്ങൾ പറയുന്നു ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാൻ. നടപ്പുള്ള കാര്യമാണോ? നിങ്ങൾക്ക് തന്നെ പറ്റണില്ലല്ലോ. പരിപാടി തീർന്നില്ലേ? ദ്രോഹിക്കുന്നവനെ, എതിർക്കുന്നവനെ സ്നേഹിക്കാൻ ക്രിസ്തു പറഞ്ഞു. ശത്രുക്കളെ സ്നേഹിക്കുവനെന്ന് പറഞ്ഞു. ആ വചനം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ അകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ അകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ ആരാധിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ന്യായപ്രമാണ ഗ്രന്ഥം ധ്യാനിക്കാൻ പറ്റുക? ന്യായപ്രമാണത്തിന്റെ പൂർണ്ണതാരാണ്? നിയമത്തിന്റെയും പ്രവചനത്തിന്റെയും പൂർണ്ണതാരാണ്? ക്രിസ്തുവാണ്. യേശു അകമേ എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത്. അതാണ് നിരന്തരം ധ്യാനിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് വചനമാകുന്ന ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിനും കണ്ടുമുട്ടാൻ കഴിയണമെന്ന് വെച്ചാൽ ഓരോ നിമിഷവും യേശുവിനെ കുറിച്ച് ഓർക്കാൻ പറ്റണം. യേശു ആയിരുന്നെങ്കിൽ, ഞാൻ നോക്കുന്നു
അത് യേശുവിലൂടെ, ഞാൻ കാണുന്നു അത് യേശുവിലൂടെ, ഞാൻ കേൾക്കുന്നു അത് യേശുവിലൂടെ, ഞാൻ പറയുന്നു അത് യേശുവിലൂടെ, ഞാൻ ചരിക്കുന്നു അത് യേശുവിലൂടെ. അങ്ങനെ നിരന്തര സാന്നിധ്യാവബോധത്തിലേക്ക് ഹൃദയം എത്തിച്ചേരുമ്പോൾ ക്രിസ്തു ഭൂമിയിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ സംജാതമാകും. എൻ്റെ പ്രവൃത്തി വഴി അത് പുറത്തേക്ക് വരും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ വചനം വെറുതെ വായിക്കുന്നതും കൊണ്ട് മാത്രമായില്ല, ആ വചനത്തെ അവനവനുമായി താതാത്മ്യം ചെയ്യുന്ന രീതിയിൽ വരണം. ക്രിസ്തുവാകുന്ന വചനം എൻ്റെ ശരീരത്തകത്ത് വസിക്കുന്നെന്ന് ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം ഉണ്ടാകുമ്പോഴേ വചനത്തെ ആരാധിക്കാൻ പറ്റൂ. എങ്ങനെയാണ് വചനത്തെ ആരാധിക്കുക? ഞായറാഴ്ച ദിവസം ഒരു ഹാളിൽ കൂടുക, കൈകൊട്ടി പാടുക, ഹല്ലേലൂയ പറയുക, ആരാധന എന്ന് വിശ്വസിക്കുക. അങ്ങനെയാണല്ലോ ആരാധന എന്ന് വിശ്വസിക്കണം. യഥാർത്ഥ ആരാധന കുർബാന എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാം? കുർബാനയിൽ നിങ്ങളുടെ ശരീരങ്ങളുടെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലി സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അതും ആരാധനയാവില്ല. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് അർപ്പിച്ച ബലിയെ കേവലമായി അവതരിപ്പിക്കുന്ന വേദിയല്ല, ആ ബലി അവനവന്റെ ജീവാർപ്പണം കൊണ്ട് പൂർത്തിയാക്കുന്ന, അനുഭവപ്പെടുത്തുന്ന, സന്നിഹിതമാക്കുന്ന പ്രക്രിയ. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് അർപ്പിച്ചുവെന്ന് നാം അറിയുന്ന, വിശുദ്ധ ഗ്രന്ഥം മുഖേന, പാരമ്പര്യം മുഖേന, സഭാപ്രബോധനം മുഖേന നാം അറിയുന്ന ആ കാര്യത്തെ ആനുകാലിക ജീവിതത്തിനകത്ത് സന്നിഹിതമാക്കണമെങ്കിൽ സനാതന ബലിയുടെ ഭാഗമായി നമ്മുടെ ജീവിതം അർപ്പിക്കുന്ന മനോഭാവം ഉണ്ടാകണം. അവിടെയാണ് വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി നിങ്ങളുടെ ജീവിതം അർപ്പിക്കണം. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ പരാതിയൊന്നുമില്ലാതെ ദൈവത്തിന് പ്രീതികരമായ ബലിയാവണമെങ്കിൽ എങ്ങനെയാണ്? പരാതിയില്ലാതെ അർപ്പിക്കണം. നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറയാണ്, ആകെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് തരുന്നത്, ഇന്ന് എനിക്ക് ഭക്ഷണമില്ല, നിങ്ങൾ വന്നത് കഷ്ടമായിപ്പോയി. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കഴിക്കുന്ന ആൾക്ക് എന്ത് തോന്നും? അയാൾക്കത് സ്നേഹമായിട്ട് അനുഭവപ്പെടുവോ കഷ്ടമായിട്ട് അനുഭവപ്പെടും? നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങൾ ദൈവകരങ്ങളിൽ നാം ഏറ്റെടുക്കുന്നത് ദൈവത്തോടുള്ള അനന്തമായ പ്രണയം കൊണ്ടാണെന്ന് വരണം. ദൈവത്തെ പ്രതിയാണ് ഇവയൊക്കെ ചെയ്യുന്നതെന്ന് ബോധ്യം വരണം. ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയും യേശുവിന്റെ യാഗാർപ്പണം ദൈവത്തിന് പ്രീതികരമായിട്ട് മാറണം. എന്തുകൊണ്ടാ? അവൻ ഒരു പരാതിയുമില്ലാതെ, ഒരു എതിർപ്പുമില്ലാതെ ദൈവം മനുഷ്യകുലത്തെ സ്നേഹിക്കുന്നതിന്റെ അടയാളപ്പെടുത്തലായി ദൈവത്തെ പ്രതി തന്നെ തന്നെ മനുഷ്യർക്ക് വേണ്ടി യാഗമായിട്ട് സമർപ്പിക്കുന്നു. അവിടെയാണ് ക്രിസ്തുവിന്റെ യാഗം, പരാതിയില്ലാതെ. ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയാണ്, എന്തൊരു കഷ്ടമായിപ്പോയി പിതാവേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു, ഈ മനുഷ്യരൊക്കെ കാണിച്ച കോപ്രായത്തിന് മുഴുവൻ ഞാനാണല്ലോ ഇപ്പൊ പരിഹാരം അർപ്പിക്കേണ്ടി വരുന്നത് എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അത് രക്ഷാകരാകുമോ? അത് രക്ഷാകരാകില്ല. നാം നേരിടുന്ന സഹനങ്ങളെയും ജീവിത പ്രശ്നങ്ങളെയും ഇങ്ങനെ നിരന്തരമായി പരാതി പറഞ്ഞുകൊണ്ടും എതിർത്തുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടുമാണ് നമ്മൾ ദൈവസന്നിധിയിൽ എത്തുന്നത്. ഈ കുരിശൊന്ന് മാറ്റിത്തരണേ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുരിശിൽ മരിക്കുന്നത് ഒരു മാമുദീസയാണ് എന്നാണ് ക്രിസ്തു പറയുന്നത്. നമ്മൾ കുരിശിനെ മാമുദീസയായിട്ടാണ് കാണുന്നത്. നാം മുങ്ങിയ മാമുദീസ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും അനുഭവപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ദുരിതങ്ങൾ ഉണ്ടാകുന്നതും കഷ്ടങ്ങൾ ഉണ്ടാകുന്നതും ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ക്രിസ്തുയാഗത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് ദൈവം ക്രിസ്തുവിൽ പ്രീതിതനായത് നമുക്ക് അനുഭവമാകുക. തൻ്റെ സഹന നിമിഷങ്ങളെ മുഴുവനും പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി കാണാനും പിതാവിന്റെ സ്നേഹം ലോകത്ത് വെളിപ്പെടുത്തുന്നതായി മാറാനും വേണ്ടി ക്രിസ്തു അർപ്പിക്കുന്നു. ദൈവത്തിന് പ്രീതികരമായ ബലിയായിട്ട് യേശുവിന്റെ സമർപ്പണം മാറുന്നു. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ യേശുവിന്റെ യാഗത്തോട് നമ്മെ ചേർത്ത് വെക്കണമെങ്കിൽ നമ്മൾ നമ്മളെ പ്രീതികരമായ ഒരു അർപ്പണമായിട്ട് വെക്കണം, എതിർപ്പില്ലാതെ സ്നേഹത്തോടെ. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ പറഞ്ഞത്, ഒരു ബലിമേശയിൽ ഞാൻ എന്നെ സമർപ്പിച്ചു, അതിപ്പോഴും അഗ്നിയിൽ ദഹിച്ചു കൊണ്ടിരിക്കുക. ആ ദഹനത്തെ സാക്ഷാത്കാര അനുഭവമായിട്ടും അൽഫോൻസയ്ക്ക് കാണാൻ പറ്റും. നമ്മൾ അൽഫോൻസയെ വിറ്റ് കാശാക്കും. അൽഫോൻസ അത്ഭുത പ്രവർത്തകയാണെന്ന് പറഞ്ഞ് കാശാക്കാൻ നമ്മൾ നോക്കും. അൽഫോൻസ പറഞ്ഞു, എൻ്റെ ജീവിതം കൈപ്പേറിയതായി മാറട്ടെ, എൻ്റെ ലൗകിക ആശ്വാസങ്ങളെ കൈപ്പായി പകർത്തണമേ. നമ്മൾ പറയും, ലൗകിക ആശ്വാസം കിട്ടാൻ അൽഫോൻസയുടെ അടുത്ത് പോകൂ, അവക്കടുത്ത് വേണ്ടുവോളം ഉണ്ട്. അത് പറഞ്ഞ് നമ്മൾ അവളുടെ ഫോട്ടോ അടിച്ചു വെക്കും, മെഴുകുതിരി കത്തിപ്പിക്കും, നമ്മൾ കാശുണ്ടാക്കും. അൽഫോൻസയുടെ വഴിയിലേക്ക് പോകാൻ നമ്മൾ പറയില്ല. അൽഫോൻസയുടെ വഴിയിലേക്ക് ആരെങ്കിലും പോയാൽ നിങ്ങൾ അവരെ ഉപദേശിക്കും, ഈ വഴി ബുദ്ധിശൂന്യതയാണ്, സഹനങ്ങളുടെ വഴി ബുദ്ധിശൂന്യതയാണെന്ന് ഉപദേശിക്കും. അൽഫോൻസാമ്മ
വിശുദ്ധനായ ഒരു സന്യാസിയാണെന്ന് പറയും. വീട്ടിൽ നിന്നൊരു കൊച്ചു മടത്തി പോകാൻ പോയാൽ നമ്മൾ പറയും ഒരു കാരണവശാലും പോകരുത്, അത് ദുരിതത്തിന്റെ വഴിയാണ്, മണ്ടത്തരം കാണിക്കാതിരിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. അതുകൊണ്ട് പ്രീതികരമായ ഒരു അർപ്പണമായിട്ട് ജീവിതം മാറണം. രണ്ടാമത്തെ ഭാഗം സജീവമായ ബലിയാകണം. അതുകൊണ്ട് അൽഫോൻസ് പറഞ്ഞത് ഇത് എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, തീരുന്നില്ല. അങ്ങനെ സജീവമായ യാഗമായിട്ട് മാറണം. ഒരാൾ മരിക്കുന്നതാണോ ജീവിക്കുന്നതാണോ കഷ്ടപ്പാടെന്ന് ചോദിച്ചാൽ ജീവിക്കുന്നത് കഷ്ടപ്പാട്. മരിക്കുന്നത് ആ ഒരു നിമിഷത്തെ പ്രശ്നമേ ഉള്ളൂ, പരിപാടി തീർന്നു. ജീവിക്കുന്ന അങ്ങനെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന മറിയത്തിന്റെ ജീവാർപ്പണത്തിന്റെ രഹസ്യം അതാണ്. സ്വന്തം പുത്രനെ നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കുന്ന ഒരാളുടെ ഹൃദയഭാവമുണ്ട്. അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ സഹനത്തിന്റെ വഴിയെ കടന്നു പോകാനായി ക്രൈസ്തവ ജീവിതത്തെ ബലപ്പെടുത്തുന്ന മധ്യസ്ഥയാണ് മറിയം. മറിയത്തെ അങ്ങനെ കാണാതെ മറിയവും കാര്യം നടക്കാനുള്ള ഉപാധിയായിട്ട് മാറും. അപ്പൊ വിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ബലിയായിട്ട് മാറണം. അങ്ങനെ സ്വയം അർപ്പിക്കാൻ പറ്റുമോ? വിശുദ്ധമായ ബലിയായിട്ട് അർപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ അർപ്പിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തുള്ള വചനം അനുഭവപ്പെടും. ഇപ്പൊ ജീവാർപ്പണത്തിന്റെ വേദിയാണ് ക്രിസ്തുവിലുള്ളതെന്ന് തിരിച്ചറിയാനും ക്രിസ്തുവിലേക്ക് തിരിയാനും വേണ്ടിയാണ് വചനം. വചനത്തെ അപ്രകാരം ധ്യാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് പരിഹാരമായി മാറുന്ന ക്രിസ്തുവിനെ നമുക്ക് വചനത്തിനകത്ത് കണ്ടുമുട്ടാൻ പറ്റുക. അപ്പൊ ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ പറ്റും. ഈ ലോകം വെച്ച് നീട്ടുന്ന ഏത് കയ്പുള്ള പാനപാത്രവും കുടിക്കാൻ പറ്റും. ഒന്നിനെയും ഭയക്കാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ ഓർക്കണം. ഓരോ വചനത്തിനകത്തും അതിന്റെ പൊരുളായി നിറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ പറ്റണം. വചനത്തെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നത്തിന് ഒരു ഉപാധിയായി, ഒരു പരിഹാര മാർഗമായി കാണുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ രക്ഷയുടെ ഉറവിടമായി ക്രിസ്തുവാകുന്ന വചനത്തെ തിരിച്ചറിയുന്നതിനായിട്ട് വായിക്കാൻ തുടങ്ങണം. ഈ വചനം വായിച്ച് രാവിലെ ഇറങ്ങൂ, നിങ്ങളുടെ ജീവിതം ശുഭമായിരിക്കും എന്ന് പറയുന്നത് കേവലമായി തെറ്റിദ്ധരിപ്പിക്കലാണ്. നിങ്ങൾ ഒരു വചനം വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയ നിയമം നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ, പുതിയ നിയമമാണ് അങ്ങനെ വായിക്കേണ്ടത്. പഴയ നിയമം വായിക്കേണ്ടത് ഉപേക്ഷിക്കണമെന്ന അർത്ഥത്തിലല്ല. പുതിയ നിയമത്തിലാണ് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ വെളിപ്പെടുത്തലുള്ളത്. ആ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടാനിടയാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സമയത്തും കൂടെ വരുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സർവ്വഭയങ്ങളെയും നിങ്ങൾ മോചനം നേടും. സത്യസന്ധമായി ജീവിതം നയിക്കാനുള്ള ബലം നിങ്ങൾക്ക് കിട്ടും. അവനവനെ ഉപേക്ഷിച്ച് അവനെ സ്നേഹിക്കാനുള്ള ബലം കിട്ടും. മറ്റുള്ളവരുടെ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ വിശക്കുന്നവനും വേദനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനിലും ക്രിസ്തുവിനെ കാണാൻ കഴിയുന്ന കണ്ണ് നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ് ദൈവദർശനം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാകുക. നമ്മൾ ദൈവദർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? കണ്ണടച്ച് കാതടച്ച് ഇരിക്കുമ്പോൾ ഇല്യൂഷനായിട്ട് വരുന്ന ഒരു മായിക ദർശനം തേടിയിരിക്കുകയാണ് നമ്മൾ. ദർശനങ്ങളൊക്കെ മോശമാണെന്ന അർത്ഥത്തിലല്ല ഞാനീ പറഞ്ഞത്. പക്ഷേ കണ്ണ് തുറന്നൊരാളെ കാണാൻ കഴിയാത്ത അന്ധത നിങ്ങളെ ബാധിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് മായാക്കാഴ്ചകൾ കണ്ടിട്ട് എന്താ കാര്യം? പണ്ട് റോമുളസ് അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ കോട്ടയാശ്രമത്തിലായിരിക്കുമ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു. അച്ഛനെ കാണാനല്ല, ആശ്രമത്തിൽ ഏതെങ്കിലും അച്ഛനെ കാണാൻ. അപ്പോൾ അവര് വന്നപ്പോൾ നേരെ കണ്ടത് റോമുളസ് അച്ഛനെയാണ്. അച്ഛൻ ചോദിച്ചു, ആരാണ്, എന്തു വേണം? അവർ പറഞ്ഞു, ഞാൻ ഇന്നടത്ത് വരുന്നൊരു സ്ത്രീയാണ്, എനിക്ക് വരമുള്ള ഒരു അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ തിരിച്ചു പറഞ്ഞ ഡയലോഗ്, നീ ഒരു സ്ത്രീയാണെന്നും നിന്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞാണെന്നും കാണാനുള്ള ദർശനം എനിക്കുണ്ട്, ഞാൻ മതിയോ? ആദ്യം മനുഷ്യനെ കാണണം. മനുഷ്യന്റെ ജീവിതത്തിലെ കഷ്ടതകളെ കാണണം. അവന്റെ കണ്ണിലെ കണ്ണീര് കാണാൻ പറ്റണം. അവന്റെ മുഖത്തുള്ള വരൾച്ചയെ തിരിച്ചറിയാൻ പറ്റണം. അവൻ പെട്ടുപോയ ഊരാക്കുടുക്കുകളിൽ അവൻ ഉണർന്നത് തിരിച്ചറിയാൻ പറ്റണം. അവരന്റെ വേദനയെ മനസ്സിലാക്കാൻ പറ്റാതെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. അവരന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ക്രിസ്തുവിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരന്റെ വിശപ്പ് മനസ്സിലാക്കാതെ അവനു വേണ്ടി ഭക്ഷണമായി മാറാനുള്ള വിളിയാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൂദാശകൾ വരണ്ട അനുഭവമായി പോകുന്നത്. ദൈവവചനം വായിക്കുന്നതിലൂടെ ദൈവത്തെ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന ചിന്ത നമുക്കുണ്ടാകുന്നു.
നമ്മുടെ ജീവിതം ക്രിസ്തുവിന് അനുരൂപമായി മാറാൻ നമുക്ക് നൽകപ്പെട്ട ദൈവവചനത്തെ, വചനമാകുന്ന ക്രിസ്തുവിനെ വിശുദ്ധലിഖിതങ്ങൾക്കകത്ത് കണ്ടെടുക്കാൻ കഴിയാതെ പോകുന്നതും ജീവിതം പരിവർത്തിതമാകാതിരിക്കുന്നതിനും കാരണമായിട്ട് മാറുന്നത് ഇപ്രകാരമുള്ള അബദ്ധബോധ്യമാണ്. അവിടെ തിരിച്ചറിയേണ്ടതുണ്ട്, ഓരോ വചനം വായിക്കുമ്പോഴും ഓരോ തിരുലിഖിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വചനത്തിന്റെ ആത്യന്തികമായ ഉള്ളടക്കം ക്രിസ്തുവാണെന്ന പരമാർത്ഥം തിരിച്ചറിയുക. ദൈവം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് വചനത്തിൽ. ആ ട്രാൻസ്ലേഷന്റെ രണ്ടാമത്തെ ട്രാൻസ്ലേഷനാണ് ശരീരധാരിയായ ക്രിസ്തു. ആ ശരീരധാരിയായ ക്രിസ്തു നമ്മിലൂടെ ഈ ലോകത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തി വഴിയാണ്. അതുകൊണ്ട് അകമയുള്ള കർത്താവിനെ കുറിച്ച് നിരന്തരം ധ്യാനിക്കും. യേശു നിങ്ങളുടെ അകമേ വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടയവനും നാഥനുമായവൻ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അറിവുള്ളവൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്നവൻ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ജീവിതാവസ്ഥയുടെ എല്ലാ പരിമിതികളെയും കുറവുകളെയും പോരായ്മകളെയും കുറിച്ച് തിരിച്ചറിവുള്ളവൻ, അവൻ നിങ്ങളുടെ അകമയുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നു, ഐ ആം വിത്ത് യു. അവിടെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. അവനോട് കൂടെ മരിക്കുന്നവർ അവനോട് കൂടെ ഉയർക്കും. അവനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്നവരായി മാറുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തു സമാനം പ്രകാശിക്കും. ഈ ലോകത്ത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നവരായി നമ്മൾ മാറും. ഭൗതികമായ സഭയെ ലോകം തിരിച്ചറിയും. അല്ലെങ്കിൽ ഭൗതികമായ ഈ കെട്ടിടങ്ങൾക്കകത്ത്, ഭൗതികമായ മണിമന്ദിരങ്ങൾക്കകത്ത് സഭയെ കണ്ടുമുട്ടും. അവിടെ വെച്ച് കാലിടും. സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന പൂർണ്ണമായ ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇപ്രകാരം ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പ്രവൃത്തിയിൽ വിടരുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ലോകം എത്തിച്ചേരാനിടയാണ്. അതിന് മറ്റാരെയും പറഞ്ഞ് കുറ്റം പറഞ്ഞു പോകാൻ നമുക്കാവില്ല. ഞാനും നിങ്ങളും വിളിക്കപ്പെടുന്നത് സഭാശരീരത്തിന്റെ ഭാഗമായിട്ടാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിട്ടാണ്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാം, ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.